അങ്ങനെ 2026 ജനുവരി മാസവും പകുതിയാവാൻ പോവുകയാണ്. നിങ്ങൾക്ക് നല്ല നല്ല യൂസ്ഡ് കാറുകൾ വാങ്ങാനുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികം സമയം കളയേണ്ട. ഓരോ വർഷവും കടന്നു പോകുന്നു വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം സഫലീകരിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയുള്ള പോപ്പുലർ വെഹിക്കിൾസിൻ്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിൽ ഒരുപാട് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ജനുവരി മാസം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2025 കൊടുത്തിരുന്ന ഓഫേഴ്സും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ 2026 ജനുവരി മാസം കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ വാഹനങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഓരോ വർഷം കഴിയുമ്പോൾ യൂസ്ഡ് കാറുകളുടെ വില അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങൾക്കെല്ലാം തന്നെ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഷോറൂമാണ്. ഈ പരിസരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമിലേക്ക് വരും. വാഹനങ്ങളെ ക്വാളിറ്റി വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, എന്തായാലും വന്ന് കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ മാക്സിനെ ഷോറൂമൊക്കെ അടുത്തുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് ഈ ഷോറൂം ഉള്ളത്. അതിവിശാലമായിട്ടുള്ള ഒരു വലിയ സ്റ്റോക്ക് തന്നെയാണ് ജനുവരി മാസം ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ ബലേനോ ഡെൽറ്റ വേരിയൻ്റ് ആണ്. അതായത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 37,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക്, ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഏകദേശം ഒരു 80% ടയേഴ്സ് ഉണ്ട്. പിന്നെ ബാക്ക് വൈപ്പർ, മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ്, പിന്നെ അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റോ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് 1 ഇയർ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,90,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോരാത്തതിന് മാക്സിമം നമുക്ക് ലോൺ കിട്ടും. ഒരു 40,000 രൂപ 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ബലേനയാണ്. സീറ്റ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതായത് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും. ഇത് CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. 84,300 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസിങ് ആളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കുന്ന വാഹനമാണ്. സീറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ് വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 6 ലക്ഷം രൂപയാണ്. ഇതിൽ തന്നെ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. കൂടാതെ 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് 1 ഇയർ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട്. നിങ്ങളൊരു ഓൾട്ടോ കേട്ടൺ പുതിയത് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ അനുയോജ്യമായിട്ടുള്ള ഒരു യൂസർ ഓൾട്ടോ കേട്ടൺ പരിചയപ്പെടുത്തി തരാം. അതും 20,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ സ്വന്തമാക്കാൻ സാധിക്കും. ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2022 മോഡൽ മാരുതിയുടെ ഓൾട്ടോ കേട്ടൺ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. VXi പ്ലസ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓടിക്കുന്ന കിലോമീറ്റർ ആണ് ഏറ്റവും നമുക്ക് അതിശയമായിട്ട് പറയേണ്ടത്. വെറും 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോറൂം കണ്ടീഷൻ വാഹനമാണ്. VXi പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, അതുപോലെ തന്നെ വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഈ വാഹനത്തിന് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. അതായത് മാരുതി സർട്ടിഫൈഡ് വാഹനമാണത്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 4,30,000 രൂപ. ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. ഇതിന് ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം കോൺടാക്ട് ചെയ്തു. ഇത് 2014 മോഡലിൽ നിസാൻ കമ്പനിയുടെ മൈക്ര എന്ന് പറയുന്ന വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. XV ആണ് വേരിയന്റ് വരുന്നത്. CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും XVയിൽ വരുന്നുണ്ട്. അതായത് 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, നല്ല ക്വാളിറ്റിയുള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സ് വിത്ത് അലോയ് വീല്, പിന്നെ അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 43,500 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് വെറും 4 ലക്ഷം രൂപയാണ്. ഇതിൽ തന്നെ നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഒരു 3,500 രൂപ മാസം EMI അടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഓൾട്ടോ 800 പരിചയപ്പെടുത്തി തരാം. ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LXi ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 70,800 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,25,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഇത് 2015 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ ആണ്. LXi ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 84,300 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,25,000 രൂപയാണ്.
ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 25,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 2 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഇതിൽ തന്നെ നമുക്ക് ലോണിലൂടെ എടുക്കുകയാണെങ്കിൽ ഒരു 5,000 രൂപക്ക് താഴെ മാത്രമാണ് ഇതിൻ്റെ ഒരു EMI കാര്യങ്ങളൊക്കെ മാസം വരിക. ഇത് 2015 മോഡലിൽ ടാറ്റ കമ്പനിയുടെ നാനോ എന്ന് പറയുന്ന വാഹനമാണ്. ടിസ്റ്റ് XT എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതായത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും. ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വേരിയൻ്റ് ആണ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 53,500 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഈ ഒരു വാഹനത്തിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ മേജർ ആക്സിഡന്റോ ഇല്ല. ചോദിക്കുന്ന പ്രൈസ് 1,10,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. ഇത് 2018 മോഡലിലെ ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനമാണ്. എറയാണ് വേരിയന്റ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. വെറും 33,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ 1 വർഷത്തെ വാറന്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 2,50,000 രൂപയാണ്. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഇത് 2014 മോഡൽ വാഗനർ ആണ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. VXC ആണ് വേരിയന്റ്. 84,900 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. VXCയിൽ 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 3,10,000 രൂപ. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തെ വാറന്റിയിൽ കിട്ടുന്ന ഒരു കിഡ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2021 മോഡലാണ്. RXT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 36,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഓട്ടോമാറ്റിക് ആണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരുപാട് ഫാമിലി കസ്റ്റമേഴ്സ് തരുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും RXTയിൽ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 70% കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈന്റോ മേജർ ആക്സിഡന്റോ ഒന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് 1 വർഷത്തെ വാറന്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 3,80,000 രൂപയാണ്. ഇതിലൊരു 40-50 ആ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം കോൺടാക്ട് ചെയ്യാം. ഈ വാഹനത്തിന്റെ കിലോമീറ്റർ പറഞ്ഞു കേട്ടാൽ നിങ്ങൾ വിചാരിക്കും പച്ചക്കള്ളാണെന്ന്. കാരണം അത്രയും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇതിന് പറയാൻ പോകുന്നത്. ഇങ്ങനെയുള്ള വാഹനങ്ങളിലെ കിലോമീറ്റർ പറയുമ്പോൾ അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം ചെറിയ ചെറിയ ഓട്ടങ്ങൾ, അതുപോലെ തന്നെ പ്രവാസികളൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളായിരിക്കും. ജസ്റ്റ് ഒന്ന് പള്ളിയിൽ പോകാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കടയിൽ പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഈ ലോ കിലോമീറ്ററിൽ വരുന്നത്. ഇത് 2015 മോഡലിൽ ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന് പറയുന്ന വാഹനമാണ്. ആസ്റ്റ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 18,400 കിലോമീറ്റർ. അതാണ് മെയിൻ ഹൈലൈറ്റ്. 18,400 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് നമ്മൾ പറഞ്ഞു. ഈ ഒരു ആസ്റ്റ എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS എയർ ബാഗ്, അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസർ, സ്പോയിലർ, ബാക്ക് വൈപ്പർ, മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ്, കണ്ടീഷൻ ടയേഴ്സ് വിത്ത് അലോയ് വീൽ എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 4,20,000 രൂപ. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 30,000 രൂപ 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 ഇയർ വാറന്റിയോട് കൂടി വാങ്ങാൻ പറ്റുന്ന ഒരു ടാറ്റ ടിയാഗോ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് 2021 മോഡൽ XE ആണ് വേരിയന്റ്. ടാറ്റയുടെ ടിയാഗോ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 42,800 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവലാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാണുന്നില്ലാത്തതിന്റെ പേരിൽ 1 ഇയർ വാറന്റി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,65,000 രൂപയാണ്. ഇതിൽ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 1 വർഷത്തെ വാറന്റി ഉണ്ട്. ഒരുപാട് ആളുകൾ എപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് Type 2 സ്വിഫ്റ്റ്. അതും ഡീസൽ വാഹനമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു വാഹനം, അതും സ്പെഷ്യൽ എഡിഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2014 മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് VDI RS എന്ന് പറയുന്ന സ്പെഷ്യൽ എഡിഷൻ വെഹിക്കിൾ ആണ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ VDI എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സ്, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, സ്പോയിലർ, മിറർ ഇൻഡിക്കേറ്റർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,20,000 രൂപയാണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ്. VXC ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 58,600 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. VXCയിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 1 വർഷത്തെ വാറന്റി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസം മാറ്റിയെടുക്കാം. ടയറും കാണൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% ടയേഴ്സ് ഉണ്ട്.
വേറെ മേജർ ആക്സിഡന്റ് ഇല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,25,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പുതിയ മോഡലിൽ ഇറങ്ങിയപ്പോഴും ഇപ്പോഴും ഡിമാൻഡിൽ ഒട്ടും കുറവ് വരാത്തൊരു വാഹനമാണ് ഈ ഒരു ടൈപ്പ് വാഹനം. ഇതിന്റെ പ്രത്യേകത 4 സിലിണ്ടർ ആണ്. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഇപ്പോഴും ഈ ഒരു വാഹനം തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട വാഹനം. ഇത് 2019 മോഡല് മാരുതി സുസുക്കി സ്വിഫ്റ്റ് VXA വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 41,100 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും ആളൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ 6 മാസം വാറന്റി ഉണ്ടാവും, 3 ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം. ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയെന്നല്ലേ? 5,50,000 രൂപ. ഒരു 50,000 രൂപ 40,000 രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസ്, 4 സിലിണ്ടർ വാഹനമാണ്. താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. 2019 മോഡൽ ടാറ്റ കമ്പനിയുടെ നെക്സോൺ ആണ്. XM ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 68,700 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഈ വാഹനത്തിന് 1 വർഷത്തെ വാറന്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 6,50,000 രൂപയാണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കുക. ഇതിന് 1 വർഷത്തെ വാറന്റി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന സർട്ടിഫൈഡ് വാഹനമാണ്. ഇത് 2019 മോഡലിലെ ഹുണ്ടായുടെ i20 ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 64,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാണാനൊക്കെ അവൈലബിൾ ആണ്. ഇത് സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേ വിത്ത് അലോയ് അടക്കം വരുന്ന വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 5,50,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇപ്പൊ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ. അതും ഡീസൽ വാഹനം. അതായത് അത്യാവശ്യം ടാക്സി പർപ്പസ്, അതുപോലെ തന്നെ ഊബറൊക്കെ ഓടാൻ പറ്റുന്ന നല്ല മൈലേജ് ഉള്ള ഒരു വാഹനം, നല്ല ക്വാളിറ്റി വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2013 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനങ്ങൾ. ZDA എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേറെ തട്ടോ മുട്ടോ റീപ്ലേസോ വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4,30,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂം.